കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് വീണ് മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനിടയിൽ മോർച്ചറിക്ക് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി. അവിടെ ബന്ധുക്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ പോലീസ് കൂട്ടാക്കിയില്ല. പോലീസാണ് അത്തരത്തിലൊരു പ്രതിഷേധത്തിന് കാരണമെന്നൊക്കെയുള്ള വിമർശനം ചാണ്ടിയുമൻ MLA അല്പസം മുൻപാണ് നടത്തിയത്. എന്തായാലും ആംബുലൻസിൽ മൃതദേഹം കയറ്റി ഇപ്പോൾ വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ വീട്ടിൽ വലിയ ദുഃഖഭാരം ഇപ്പോഴും കെട്ടിനിൽക്കുന്നു. അവിടെ നിരവധി ആളുകൾ ഈ അപകടം അറിഞ്ഞ് ബിന്ദുവിന്റെ മരണവാർത്ത അറിഞ്ഞ് എത്തിയിട്ടുണ്ട്. ആ കുടുംബത്തിന്റെ ഏക അത്താണി എന്ന് പറയാം. ആ രീതിയിലാണ് ബിന്ദുവിനെ വീട്ടുകാരും കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ ആ നാട്ടുകാരും കാണുന്നത്. ബിന്ദുവിൻ്റെ വരുമാനം മാത്രമായിരുന്നു കുടുംബത്തിൻ്റെ ഏക ആശ്രയം. ഒപ്പം തന്നെ 2 മക്കളെയും എല്ലാം പഠിപ്പിച്ചത് ബിന്ദുവായിരുന്നു എന്ന് ഭർത്താവ് വിശ്രുതൻ തന്നെ നേരത്തെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യമാണ്. താനൊന്നുമല്ല, അങ്ങനെയുള്ള ഒരു കുടുംബത്തിനാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധം അത് ആരോഗ്യമന്ത്രിക്കെതിരെ തുടർച്ചയായി ഉണ്ടാകുന്നു. ഇപ്പോൾ കോഴിക്കോട് അവിടെ യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. അവിടെ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിക്കുമെന്നാണ് പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ കോഴിക്കോട് സമാനമായ പ്രതിഷേധമുണ്ടായിരുന്നു, യൂത്ത് ലീഗിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചിരുന്നു. ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ ഓഫീസിന് മുന്നിലേക്ക് KSU മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. ഒപ്പം വഴിയിലുടനീളം നേരത്തെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന സമയത്ത് കരിങ്കൊടി പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വരുന്ന കാഴ്ചയും കണ്ടിരുന്നു. അങ്ങനെ പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയം വലിയ രീതിയിൽ ഉന്നയിക്കുകയാണ്. തെരുവിലിറങ്ങി തന്നെയാണ് ഈ പ്രതിഷേധ സമരം ഇപ്പോൾ നടക്കുകയും ചെയ്തത്. പലയിടങ്ങളിലായി ഇപ്പോൾ ഈ പ്രതിഷേധ വാർത്ത അത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അവിടെയെല്ലാം രാത്രിയിൽ പന്തം കൊളുത്തിയും ഒപ്പം തന്നെ ഈ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചുമുള്ള പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസും ഒപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ സംഘടനകളും കടക്കുകയാണ്. ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ്. ആരോഗ്യമന്ത്രി രാജിവെക്കുക, ഒപ്പം തന്നെ ഭരണം തീർത്തും അപര്യാപ്തമാണ്, ആ രീതിയിലുള്ള അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥത, അത്തരം വിമർശനങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ നടത്തുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് അടക്കം നേരത്തെ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു പ്രതിപക്ഷ യുവജന സംഘടനകൾ. ഇപ്പോൾ അതിനെ തുടർച്ചയെന്നോണമാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ, ജില്ലാ കേന്ദ്രങ്ങളിലൊപ്പം തന്നെ മറ്റിടങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ യുവജന സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഇവിടെ കോഴിക്കോട് നിന്നുള്ള ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ഒപ്പം തന്നെ അവിടെ പന്തം കൊളുത്തി പ്രകടനം. ഇനിയിപ്പോൾ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുന്നു. ആരോഗ്യമന്ത്രി രാജിവെക്കുക, രാജി ഉണ്ടാകും വരെ ഈ പ്രതിഷേധം തുടരും എന്ന് നേരത്തെ തന്നെ യുവജന സംഘടനാ പ്രതിനിധികളെല്ലാം വ്യക്തമാക്കിയതാണ്. ആ രീതിയിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. ഒപ്പം അതിന് നേതൃത്വം നൽകിക്കൊണ്ട് സംസ്ഥാന ഭാരവാഹികളെല്ലാം ഉണ്ട്. നേരത്തെ KSUവിൻ്റെ പ്രതിഷേധം നമ്മൾ കണ്ടു, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കണ്ടു. പലയിടങ്ങളിലും ഇത് സംഘർഷ സാഹചര്യത്തിലേക്ക് പോകുന്ന കാഴ്ച കണ്ടതാണ്. പോലീസ് പണിപ്പെട്ടാണ് ഈ പ്രവർത്തകരെ പലയിടങ്ങളിൽ നിന്നും നീക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടത്. ഇപ്പോൾ രാത്രിയിലും ആ പ്രതിഷേധത്തിന് ഒരു മാറ്റവുമില്ല. കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും ഒപ്പം തന്നെ ബ്ലോക്കുകളിലും അടിസ്ഥാനത്തിലൊക്കെ നടക്കുകയാണ്. പന്തം കൊളുത്തി പ്രകടനം, ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ LDF ഭരണത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ പരിപാടികളെല്ലാം ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഇതാണ് കോട്ടയത്തു നിന്നും കോഴിക്കോട് നിന്നുമുള്ള 2 ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. INTUC പ്രതിഷേധമാണ് കോട്ടയത്ത് നടക്കുന്നതെങ്കിൽ BJPയുടെ പ്രതിഷേധം കോഴിക്കോട് നടക്കുന്നു. ഇരുകൂട്ടരും ഉന്നയിക്കുന്നത് ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യമാണ്. ആ രീതിയിൽ വിവിധയിടങ്ങളിലായി പ്രതിഷേധം ഇങ്ങനെ കത്തിപ്പടരുകയുമാണ്. തെരുവിലിറങ്ങിയാണ് എല്ലാ പ്രതിപക്ഷ യുവജന സംഘടനകളും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്.